സൺഡേ സ്ഥലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മലേശ്വരി. ഗാസയിലെ വിഷയങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണ്. IDF ഗാസയുടെ ഉള്ളിലേക്ക് കൂടുതൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. IDFിൻ്റെ കയ്യിലെത്തിയ പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനികളെ ഒഴിപ്പിക്കുകയാണ്. പാലസ്തീന പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഖാൻ യൂനിസ് ഭാഗത്തേക്കാണ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത്. അതിനിടയിലൂടെ ആക്രമണങ്ങൾ രണ്ട് ഭാഗത്തേക്ക് നടക്കുന്നുണ്ട്. IDFന് ആൾനാശം സംഭവിക്കുന്നുണ്ട്. പാലസ്തീനികളുടെ ഇടയിൽ നിന്നും കാര്യമായ ആളുകൾ മരിക്കുന്നുമുണ്ട്. ഇന്നലെയും ഒരു ഹോസ്പിറ്റലിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പാലസ്തീനികൾ, ഗാസ നിവാസികൾ, ഹമാസിന്റെ പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. അൽ ജസീറയുടെ പത്രപ്രവർത്തകർ മരിച്ചതായി ഇന്ന് നമ്മുടെ പത്രങ്ങളടക്കം റിപ്പോർട്ടുകളുണ്ട്. ഈ മരിച്ചവരാരും തന്നെ അൽ ജസീറ പത്രപ്രവർത്തകരായിരുന്നില്ല, പത്രപ്രവർത്തകരുടെ വേഷം കെട്ടിയ ഹമാസ് പ്രവർത്തകരായിരുന്നു എന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നുമുണ്ട്. അതങ്ങനെ നടക്കും. അതിനിടയിലൂടെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡിപ്ലോമാറ്റിക് മൂവിലൂടെ ഇസ്രായേലിനെ വിഷമവൃത്തത്തിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രമുഖമായത് ബ്രിട്ടനും ഫ്രാൻസുമാണ്. അപ്പം ഇതിനെ എങ്ങനെ പ്രതികരിക്കാനാവുമെന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ വറചട്ടിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവർ ഹമാസിനെ നേരിടണം, അതേസമയത്ത് തന്നെ ഹൂത്തികളെ നേരിടണം, അതേസമയത്ത് തന്നെ ലെബനോണിലും സിറിയയിലുമുള്ള ഹിസ്ബുള്ളയുടെ വളർച്ചയെ തടയണം. ഇറാന് ഇസ്രായേലിനെ ആക്രമിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്, അത് തടയണം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പം അവർ എന്തുകൊണ്ട് ഹമാസിനെ ആക്രമിക്കുന്നു എന്നതിന് ഇനിയും ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. 2023 ഒക്ടോബർ 7 എന്നത് ലോകത്തിൽ ആരൊക്കെ മറന്നാലും ഇസ്രായേലിനത് മറക്കാനാവില്ല. അവരുടെ വീട്ടിനകത്ത് കയറി നടത്തിയ ആ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യപ്പെടുകയില്ല എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഇസ്രായേൽ ഗവൺമെന്റിന് ഉണ്ട് എന്നുള്ളത് നെതന്യാഹുവിന്റെ ഉറച്ച ബോധ്യമാണ്. ആ ബോധ്യത്തോട് ആരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയില്ല. അപ്പൊ ഈ ഒരു ആക്രമണം അവിടെ വലിയ തോതിൽ ആൾനാശത്തിന് കാരണമാകുന്നു എന്നും അതുകൊണ്ട് വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുത്തണമെന്നുമാണ് ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ആവശ്യം. ഇല്ലെങ്കിൽ തങ്ങൾ പാലസ്തീനെ അംഗീകരിക്കും എന്നാണ് അവർ പറയുന്നത്. വെടിനിർത്തൽ എന്നുള്ളത് ഈ ഒരു സ്റ്റേജിൽ സാധ്യമായ ഒരു സംഗതിയല്ല. കാരണം ഗാസ പൂർണ്ണമായും ഒന്നുകിൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങും, ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും മുഴുവൻ ബന്ദികളെയും തിരിച്ചു നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിശ്ചയമായും വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ നിർത്തിവെക്കുന്നില്ല എന്ന് തന്നെയാണ്. അതായത് നാളെ അവസരം കിട്ടിയാൽ അവർ ഇസ്രായേലിന്റെ പോരക്കകത്ത് കയറും എന്ന് തന്നെയാണ് ഹമാസ് തറപ്പിച്ച് പറയുന്നത്. അത് പറ്റില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇതിനകത്ത് ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങളൊന്നുമില്ല. ഹമാസ് ആരാണെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നാളെയും അവർ അത്തരം പ്രവൃത്തികൾ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഗവൺമെന്റിന് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗവൺമെന്റിന് വേറെ ഓപ്ഷൻ ഇല്ല. ഇതുമായി മുൻപോട്ട് പോവുകയും മുഴുവൻ ഹമാസിനെയും വേട്ടയാടി പിടിക്കുകയും ചെയ്യുക എന്നല്ലാത്തൊരു ഓപ്ഷൻ ഇസ്രായേൽ മുമ്പിലില്ല. ഗാസ നിവാസികളെ ഒഴിപ്പിക്കുന്നു എന്നത് ഗാസയെ ഒഴിപ്പിക്കാൻ വേണ്ടിയല്ല, ഗാസ നിവാസികളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസിനെ പിടിക്കാൻ വേണ്ടിയാണ്. ഇതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തുന്നു? US-നും പാലസ്തീനെ അംഗീകരിക്കണം എന്നുള്ളത് തത്വത്തിൽ US-ഉം അംഗീകരിക്കുന്ന കാര്യമാണ്, നമ്മളുടെ രാജ്യം അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനു മുൻപ് ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം, ഇസ്രായേലിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം, ഇസ്രായേലിനെ എല്ലാവരും അംഗീകരിക്കണം. ഈ കാര്യങ്ങളും ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾ ആ പാലസ്തീനെ അംഗീകരിക്കാൻ വേണ്ടി പറയുമ്പോൾ അറബ് രാജ്യങ്ങൾ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ആദ്യം ഇസ്രായേലിനെ അംഗീകരിക്കട്ടെ, ഭീകര പ്രവർത്തനം പൂർണ്ണമായി നിൽക്കട്ടെ. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ 2 നേഷൻ തിയറിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു തിയററ്റിക്കൽ അപ്രോച്ച് അമേരിക്ക സ്വീകരിക്കുന്നുണ്ട്. ഇനി അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് കണ്ടറിയേണ്ട വിഷയങ്ങളാണ്. എന്തായാലും ശരി, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ ആണ് ഈ പാലസ്തീനെ തങ്ങൾ അംഗീകരിക്കും എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏത് തരത്തിൽ ഇതിനോട് പ്രതികരിക്കും എന്നതിന് അവർക്ക് കൂടുതൽ ആലോചിക്കേണ്ടി ഒന്നും വന്നില്ല. അപ്പൊ തന്നെ ഈ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം അവരുടെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള ബ്രിട്ടനിലെ സെക്യൂരിറ്റി വിങ്ങിനോട് വിളിച്ചു പറഞ്ഞു, നാളെ മുതൽ ഇപ്പോൾ മുതൽ നിങ്ങളുമായിട്ടുള്ള ഇന്റലിജൻസ് ഷെയറിംഗ് ഞങ്ങൾ കട്ട് ഓഫ് ചെയ്യുകയാണ്. അതായത് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ഇന്റലിജൻസ് ഷെയറിംഗ് ഇനി ബ്രിട്ടനുമായി ഉണ്ടാവുകയില്ല, അത് സസ്പെൻഡ് ചെയ്യുകയാണ്. പാലസ്തീനെ അംഗീകരിക്കും എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പിന്നോട്ട് പോകാതെ ഇനി ഇന്റലിജൻസ് ഷെയറിംഗ് ഉണ്ടാവുകയില്ല. അപ്പൊ ഇന്റലിജൻസ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനെ സംബന്ധിച്ചുള്ള എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ സംബന്ധിച്ചും ഇന്റലിജൻസ് ഷെയറിംഗ് വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ രാജ്യങ്ങളിലെല്ലാം ധാരാളമായി അറബ് വംശജർ കുടിയേറിയിട്ടുണ്ട്.
ഈ അറബ് വംശരുടെ ഇടയിൽ നല്ലൊരു ശതമാനം ആളുകളും തീവ്രവാദികളാണ്. ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മുഴുവൻ വേര് കിടക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഇറാനിലുമാണ്. അപ്പം എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് കൂടിയും കുറഞ്ഞു, ഈവൻ ഇൻക്ലൂഡിങ് സൗദി അറേബ്യ. അതിന്റെ ഇന്റൻസിറ്റി വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് അൽ-ഖ്വയ്ദ പോലെയുള്ള IS പോലെയുള്ള നശിച്ചുപോയ സംഘടനകളുടെ കുഞ്ഞു വിങ്ങികൾ ഇപ്പോഴും സൗദി അറേബ്യ അടക്കമുള്ള എല്ലാ അറബ് രാജ്യങ്ങളിലുമുണ്ട്. ഇറാൻ എന്നൊരു രാജ്യം അത് പൂർണ്ണമായും ടെററിസ്റ്റ് രാജ്യമാണെന്ന് മാത്രം. അപ്പൊ അതുപോലെ ഇറാനെ പോലെ ഒരു ടെററിസ്റ്റ് രാജ്യം ഇന്ന് നിലവിലില്ല എന്നേ ഉള്ളൂ. സിറിയയിലെ ടെററിസവും ഒരു പരിധിവരെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും ധാരാളം ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവിടെയൊക്കെ ഗവൺമെന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ ഗ്രൂപ്പുകളുടെ ഒക്കെ അവിടുന്ന് ഡിസൈൻ ചെയ്യപ്പെടുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ അവർ പ്രാവർത്തികമാക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ചും ബ്രിട്ടനിലാണ്. അപ്പൊ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ലഭിക്കണമെങ്കിൽ ഇസ്രായേലിനെ ആശ്രയിക്കുക അല്ലാതെ വേറെ യാതൊരു നിവൃത്തിയുമില്ല. കാരണം ലോകത്തെമ്പാടും വേരുകളുള്ള മൊസാദിന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഇറാനിലും നിറയെ വേരുകളാണ്. അവിടെ എന്ത് സംഭവിച്ചാലും അവര് അറിയും. ആ ഇന്റലിജൻസ് ഇൻഫർമേഷൻ അവർ ബ്രിട്ടന് കൊടുക്കുക വഴി നൂറുകണക്കിന് ടെററിസ്റ്റ് അറ്റാക്കുകൾ ബ്രിട്ടനിൽ ഒഴിവാക്കപ്പെടുകയും നൂറുകണക്കിന് മരണങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെയ്തതാണ്. ഇതൊക്കെ ഡോക്യുമെന്റലായിട്ട് സംഗതികളാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു സാമ്പത്തിക ഉപരോധമോ അല്ലെങ്കിൽ ട്രേഡ് ഉപരോധമോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ ഒക്കെ നടത്തുന്നതിനേക്കാളും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഈ ഇന്റലിജൻസ് ഷെയറിംഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുള്ളത് ഇസ്രായേലിന് വളരെ കൃത്യമായിട്ട് അറിയാം. അത് ബ്രിട്ടനിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. കാരണം ബ്രിട്ടീഷ് കമ്പനികൾക്കൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, സൈബർ അറ്റാക്കിന്റെ വിഷയങ്ങളുണ്ട്, സാധാരണ ജനത്തെ സംബന്ധിച്ച് പാനിക് ഉണ്ട്. സിനഗോഗുകൾക്കും ചർച്ചുകൾക്കൊക്കെയാണ് പലപ്പോഴും ടെററിസ്റ്റുകളുടെ ഭീഷണി വരുന്നത്. കാരണം ഇത് മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ടെററിസ്റ്റുകളെല്ലാം മത തീവ്രവാദികളാണ്, സാധാരണ തീവ്രവാദികളല്ല, രാഷ്ട്രീയ തീവ്രവാദികളല്ല, മത തീവ്രവാദികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ മതമല്ലാത്ത ബാക്കി മനുഷ്യരെല്ലാം, അവരുടെ മതത്തിൽ ചേരാത്ത മനുഷ്യരെല്ലാവരും, അത് മതമുള്ളവരായിക്കൊള്ളട്ടെ മതമില്ലാത്തവരായിക്കൊള്ളട്ടെ, അവരുടെ മതത്തിലല്ലാത്തവരെല്ലാവരും വധിക്കപ്പെടേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്ന ടെററിസ്റ്റുകളുടെ ആക്ടിവിറ്റി ബ്രിട്ടനിലെമ്പാടും ഉടനെ തലവെക്കും എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ഭീതി ബ്രിട്ടനിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ ആന്റി ടെററിസ്റ്റ് പ്രീമിയം വളരെയേറെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ബ്രിട്ടനിലെ പാർട്ടികൾക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു കഴിഞ്ഞു. വാസ്തവത്തിൽ സ്റ്റാമർ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എക്സ്ട്രീം ലെഫ്റ്റ് വിങ്ങിൽപ്പെട്ട ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത്. വേറൊന്നും, ബ്രിട്ടനിൽ ഇപ്പം നല്ലൊരു മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. അപ്പൊ ആ മുസ്ലിം പോപ്പുലേഷനെ തൃപ്തിപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സൗദി അറേബ്യയും അടക്കമുള്ള അറബ് രാജ്യങ്ങളെ പ്രീതിപ്പെടുത്തണം എന്നൊരു ആഗ്രഹവും അദ്ദേഹത്തിന് ഇതിനകത്തുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയും ഈ ഇന്റലിജൻസ് ഷെയറിംഗിന്റെ നഷ്ടം മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുമ്പം സ്റ്റാമറെ സംബന്ധിച്ച് വലിയൊരു ക്രൈസിസിലാണ്. ഇതിൽ ഏത് സെലക്ട് ചെയ്യണം? ഇന്റലിജൻസ് ഷെയറിംഗ് ഇസ്രായേൽ നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രിട്ടനിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും. കാരണം ഏത് നിമിഷവും ടെററിസ്റ്റുകൾ അവിടെ കയറി ആക്രമിക്കും. അതിന്റെ ഇൻഫർമേഷൻ ഒരു ബ്ലാക്ക് പോയിന്റ് പോലെ, അവരുടെ സെക്യൂരിറ്റി സർവീസിന് ഒരു ബ്ലാക്ക് പോയിന്റ് പോലെ അവർക്ക് കാണാൻ കഴിയാത്ത സ്ഥലത്ത് നിന്നാണ് ആക്രമണം വരിക. അത് മൊസാദിന് മാത്രം കാണാൻ പറ്റുന്ന ഏരിയയാണ്. വാസ്തവത്തിൽ ബ്രിട്ടനും US-ഉം കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ചേർന്ന ഒരു സെക്യൂരിറ്റി നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിനകത്ത് ഇസ്രായേൽ ഔദ്യോഗിക അംഗമല്ലെങ്കിലും അതിന്റെ ക്യാപ്റ്റൻ ഇസ്രായേലാണ്. അവരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ ടെററിസവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഇസ്രായേലാണ്. അപ്പൊ അതില് ബ്രിട്ടനെ ഇവർ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 5 പേരുടെ സഖ്യകക്ഷികളുടെ മറ്റുള്ളവർക്കും, ഈ ഇന്റലിജൻസ് ഷെയറിംഗിൽ പെടുന്ന ഈ 5 പേരടങ്ങുന്ന ഗ്രൂപ്പിലെ മറ്റുള്ളവർക്കും അതിന് ദൂഷ്യം വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് നിന്നും ബ്രിട്ടനിലേക്ക് പ്രഷർ വരുന്നുണ്ട്. ഇന്റർനെറ്റ് ഷെയറിംഗ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് പോലത്തെ പൊളിറ്റിക്കൽ നേട്ടത്തെ കഴിഞ്ഞും ഒക്കെ വലിയ നഷ്ടമാണ് ഇസ്രായേലിനോട് ഇത്തരത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് കളി കളിച്ച് ഇന്റലിജൻസ് ഷെയറിംഗ് ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് ഈ മറ്റ് 5 സഖ്യകക്ഷികൾ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടതായും വിവരമുണ്ട്. അപ്പൊ ഈ ഒരു അത് കൃത്യമായിട്ട് എങ്ങനെയാണ് തിരിച്ചു ചെയ്യേണ്ടതെന്നും ഇസ്രായേലിന് കൃത്യമായി അറിയാം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടേത് മാത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടേതുണ്ട്. ഈ ഇന്റലിജൻസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മൊസാദിന്റെ കയ്യിലുള്ളതുപോലെ ലോകത്തിലെ ഒരു കക്ഷിയുടെ കയ്യിലും അതുപോലത്തെ ഇന്റലിജൻസ് ഇൻഫർമേഷൻസ് ഇല്ല. അപ്പൊ ആ ഇന്റലിജൻസ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയുള്ള നേട്ടങ്ങൾ എന്താണെന്ന് ബ്രിട്ടൻ അറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറുകണക്കിന് ടെററിസ്റ്റ് അറ്റാക്കുകൾ അവർക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പലതും പേരെടുത്ത് പറയാവുന്ന അറ്റാക്കുകളാണ്. അതിലൂടെ രക്ഷപ്പെട്ടത് നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനാണ്. ഇനി ബ്രിട്ടന്റെ ഈ തീരുമാനത്തെ ആരാ സ്വാഗതം ചെയ്തത്? ബ്രിട്ടൻ പാലസ്തീനെ അംഗീകരിക്കുന്നു പറഞ്ഞപ്പോൾ ഏറ്റവും അധികം ആഹ്ലാദിച്ചത് ഹമാസും
IRGC-യുമാണ്, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സുമാണ് ഏറ്റവും അധികം ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയതും ബ്രിട്ടനെ അഭിനന്ദിച്ചതുമൊക്കെ. കാരണം ഇത് കോഴിയുടെ തീരുമാനം വളരെ ശരിയാണ് എന്ന് കുറുക്കൻ പറയുന്നത് പോലെയാണ്. കാരണം ഈ IRGC-യും ഇറാനും ഒക്കെ തന്നെയാണ് ബ്രിട്ടനിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ നടത്താനുള്ള അവസരം പാർത്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ബ്രിട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്നുള്ള ഈ ഇൻഫർമേഷൻ നിലയ്ക്കുമെന്നും അതുവഴി തങ്ങൾക്ക് വളരെ കൃത്യമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുമെന്നും അവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. കൂടാതെ ബ്രിട്ടന്റെ 6 ആളുകൾ ഇപ്പോഴും ഈ ഹമാസിന്റെ പിടിയിലാണ്. 50 ഹോസ്റ്റേജിനെസ് പിടിച്ചു വെച്ചതിൽ 6 പേര് ബ്രിട്ടീഷ് പൗരന്മാരാണ്. ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ബ്രിട്ടീഷ് പൗരന്മാരെ വിട്ടു തന്നേക്കാണെന്ന് ഹമാസ് പറഞ്ഞിട്ടില്ല. അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അവർ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. ഇനി അദ്ദേഹത്തിന്റെ നാട്ടിലെ മുസ്ലിം പോപ്പുലേഷനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോഴും ആ മുസ്ലിം പോപ്പുലേഷന്റെ കയ്യിൽ നിന്ന് പോലുമുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ അദ്ദേഹത്തിന് ഒരിക്കലും തടഞ്ഞു വെക്കാൻ പറ്റില്ല. കാരണം ഇത്തരം തീരുമാനങ്ങൾ പ്രതി ഇദ്ദേഹം തങ്ങളുടെ സുഹൃത്താണ് എന്നവർ പ്രഖ്യാപിക്കുകയില്ല. കിട്ടുന്ന നേട്ടങ്ങളെല്ലാം എടുത്ത് ഉപയോഗിക്കുകയും പക്ഷെ തങ്ങളുടെ തീവ്രവാദത്തിന് അശേഷം പിന്നോട്ട് പോകാതെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്ഥിര സ്വഭാവമാണ്. എവിടെ നിന്ന് കിട്ടിയാൽ ആ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കും. പക്ഷെ ആ സൗകര്യങ്ങൾ അനുഭവിച്ചതിന് വലിയ പ്രതിനന്ദി എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. കാരണം ഈ നന്ദിയും പ്രതിനന്ദിയും ഒക്കെ മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തങ്ങളുടെ മതത്തിൽപ്പെട്ടവരോട് മാത്രം അത്തരം പോസിറ്റീവായിട്ടുള്ള പ്രതികരണം മതി. ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നതൊക്കെ മുതലാക്കുക, അതിനുശേഷം അവനെ കൊന്നു തീർക്കുക എന്നുള്ള നയം തന്നെയാണ് എല്ലാ കാലത്തും ഇസ്ലാമിക തീവ്രവാദികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സ്റ്റാമറിന് പരിചയമില്ലെങ്കിലും ലോകത്തെ ഡിപ്ലോമാറ്റിക് സർക്കിളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെയാണ്. അപ്പൊ ഇസ്രായേലിന്റെ ആക്ടിവിറ്റിയെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അവിടെ ആളുകൾ മരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരവസരം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അനലൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇതുപോലെ ബിഹേവ് ചെയ്തത് എന്നത് പരിശോധിക്കുമ്പോൾ ഇതിന്റെ പരിപൂർണ്ണ ഉത്തരവാദി ഹമാസ് ആണ് എന്ന് മനസ്സിലാവും. ഇസ്രായേലിന് പങ്കില്ല. ഇസ്രായേലാണ് പ്രവർത്തിക്കുന്നത്, ഇസ്രായേലിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. അനങ്ങാതിരിക്കുന്ന കൈ പിടിച്ച് ഞങ്ങളെ അടിക്ക് എന്ന് പറഞ്ഞ് അടിപ്പിച്ചിട്ട് അടി വരുമ്പോൾ ഞങ്ങളെ തല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു കാണിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എന്നാ ഹമാസ എന്ന് പറഞ്ഞ് അതിനെ ഒക്കത്തെടുത്ത് താലോലിച്ച് ലോകത്തിന്റെ മുൻപിൽ മിടുക്കരാവാൻ സാധിക്കുമോ? തങ്ങള് ജീവനോട് വലിയ താല്പര്യമുള്ളവരാണെന്നും ഇസ്രായേൽ ഹോളോകാസ്റ്റ് നടത്തുന്നവരാണെന്നും ഒക്കെ പറയാനുള്ള ഒരു അവസരം ഉപയോഗിക്കുകയാണ് ഈ വാസ്തവത്തിൽ സ്റ്റാമർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യില്ല എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. കാരണം ഇദ്ദേഹം വിചാരിക്കുന്ന ഈ പോസിറ്റീവ് കാര്യങ്ങളെക്കാൾ ഏറെ ഏറ്റവും വലിയ നഷ്ടം വരുന്നത് ഈ ഇന്റലിജൻസ് ഷെയറിംഗ് നഷ്ടപ്പെടുന്നതിലൂടെയാണ് എന്നാണ് പൊതുവെ പരിഗണിക്കപ്പെടുന്നത്. കൂടാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുമെന്ന് പറഞ്ഞ് മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ ഫർദർ ആയിട്ടുള്ള ഒരു പ്രസ്താവനയും പിന്നീട് അതിനെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല. കാരണം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇടി കിട്ടും. അതുകൊണ്ട് അവർ പ്രസ്താവിച്ചിടത്ത് വെച്ച് നിർത്തി അംഗീകരിക്കുമെന്ന് ഒരിക്കൽ പറഞ്ഞു, പിന്നീട് അവർ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതേയില്ല. ബ്രിട്ടനും ആ ഒരു തലത്തിലേക്ക് പോകാനാണ് സാധ്യത. അവർക്ക് ഇത് പറഞ്ഞൊഴിയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിന് മുമ്പിൽ മുട്ടുമടക്കി എന്നുള്ള ഒരു പേരുദോഷം ഒരുപക്ഷെ സ്റ്റാമറിന് കേൾക്കേണ്ടി വരും.